സമാരാധ്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികൾ, സുഹൃത്തുക്കളെ, എന്നെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ രണ്ട് വാക്ക് പറയാനെന്നാണ് സുരേഷ് പറഞ്ഞത്. സുരേഷിന്റെ പ്രസന്റേഷൻ വാസ് എക്സലന്റ്. പക്ഷെ ഞാനൊരു 35 വർഷം മുമ്പിൽ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ പിന്നെ ഇപ്പോഴാണ് ഒന്ന് സ്റ്റേജിൽ കയറുന്നത്. KVP പിള്ള സാറിനെ ബഹുമാനിക്കാനുള്ള ഈ ഫംഗ്ഷനിൽ പിള്ള സാറിൻ്റെ കോൺട്രിബ്യൂഷനെ പറ്റി, നമ്മുടെ കോളേജിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, നമ്മളവിടെ ഒരുപാട് വേറെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം കണ്ണൂരിൻ്റെ പ്രത്യേകതകൾ. ആ പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോയ നമ്മളെ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരാനും, പിന്നെ ഈ പോലീസിൻ്റെയും മറ്റ് സർക്കാരിൻ്റെയും നൂലാമാലകളുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒന്നൊരു ബിടെക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുവാനും വേണ്ടി പിള്ള സാർ ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് പലർക്കും ഇപ്പം ജോസ് പീസിനൊക്കെ അത് നന്നായിട്ട് അറിയാം. ജോസ് പീസാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ അതിനും ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. പിന്നെ ഈ നമ്മുടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പെർസ്പെക്റ്റീവിലെ കൂടി പറയുകയാണെങ്കിൽ, ഐ വാസ് ജസ്റ്റ് എൻജോയിങ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൈഫ്. ഞാൻ മേട്ടടി അല്ലെങ്കിൽ മട്ടന്നൂർ എന്ന് പറയുന്ന ഒരു വെറും കുഗ്രാമത്തിൽ നിന്ന് അവിടെയുള്ളൊരു PRNSS മട്ടന്നൂർ PRNSS കോളേജിൽ നിന്ന് പഠിച്ചിട്ട് തലശ്ശേരി MP കോളേജിൽ പോയിട്ട് എൻട്രൻസിന് കോച്ചിങ്ങിന്റെ ആ ഒറ്റ വലിപ്പത്തിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന ഒരാളാണ്. എനിക്കൊരു ഉത്സവമായിരുന്നു കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവിതം. അതെനിക്കൊരു അനുഭവമായിരുന്നു. അല്ലാതെ വലിയൊരു എന്താ പറയുക, വേറെ എഞ്ചിനീയറിംഗ് കോളേജും ഇത്ര വലിയ സൗകര്യങ്ങളുള്ളതാണ് എഞ്ചിനീയറിംഗ് കോളേജെന്നും, ഇത്രയധികം ലാബ് ഉണ്ടാകുന്നു, ഇത്രയധികം സൗകര്യങ്ങൾ വേണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് അവിടുന്ന് കിട്ടിയ ഒരു ബ്ലൂ കളർ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന നല്ലൊരു ഫയൽ എടുത്തിട്ട് മട്ടന്നൂരിൽ നിന്ന് രാവിലെ ബസ് കയറുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറിയിട്ട് ഈ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫയൽ ഇങ്ങനെ കാണിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അഭിമാനം, അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. അതിനുശേഷം അവിടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഓവർ ബ്രിഡ്ജിന്റെ അടുത്ത് വന്നിട്ട് ഇറങ്ങിയിട്ട് ഓവർ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങി മുനീശ്വരൻ കോവിലിൽ പോയിട്ട് അവിടെ രാവിലെ വരുന്ന ആൾക്കാരൊക്കെ കണ്ട്, പിന്നെ അവിടെ നിന്ന് ചന്ദനൊക്കെ തൊട്ടിട്ട് തിരിച്ചിങ്ങനെ നടക്കുമ്പോൾ ഉർസുലൈൻ സ്കൂളിലെ കുട്ടികളും പിന്നെ അതിന്റെ അടുത്ത പയ്യാമ്പലം സ്കൂളിലെ കുട്ടികളുടെ ഒക്കെ കൂടെ നടന്ന് പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആ അനുഭവം ഇന്നെന്ന് പറഞ്ഞാല് ആലോചിക്കുമ്പോൾ തന്നെ ഒരു കുളിർമയാണ്. ശരിക്കും പറഞ്ഞാല് എനിക്ക് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു വസന്തകാലമാണ്. ഇപ്പൊ എൻ്റെ മോള് പിന്നെ മോൾക്ക് അവൾക്കൊരു എൻ്റെ ബെസ്റ്റ് ടീം ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർ ഈ കൊറിയൻ സോങ് ഒക്കെ ആണ് അവർ കേൾക്കുന്നത്. അപ്പൊ കേട്ടിട്ട് അപ്പൊ എപ്പോഴും ഇവരൊരു 5 സ്റ്റുഡൻസിനായിട്ട് എന്നോട് എപ്പോഴും ഐ ആം ട്രീറ്റിംഗ് മൈ കിഡ്സ് ആസ് മൈ ഫ്രണ്ട്സ് ഓൺലി. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പം എന്നോട് ചോദിക്കും അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഏതാണെന്ന്. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഞാനിപ്പോ നോക്കുമ്പോൾ, കാരണം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ 10-35 വർഷമായി. ഞാൻ ചില കമ്പനിയിൽ 7-8 വർഷം കണ്ടിന്യൂസ് ഒരുപോലെ ഇരുന്ന് വർക്ക് ചെയ്തവരും നല്ല മനസ്സിൽ വരുന്നത്. അന്ന് ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദ്യം എനിക്ക് ഓർമ്മ വന്ന പഴയങ്ങാടിയിൽ നിന്ന് എന്റെ ഞാനൊരു ഡേ സ്കോളറായിട്ട് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇത് ബാലകൃഷ്ണൻ വരുന്നതും, അന്ന് ആദ്യമായിട്ട് അവൻ മൂളിപ്പാടിയ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണെന്ന് പറഞ്ഞ ആ പാട്ടും ഇതൊക്കെയാണ് എന്റെ ബെസ്റ്റ്. ബാലകൃഷ്ണനാണ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ്. പിന്നെ അന്നെന്ന് പറഞ്ഞാല് എന്തൊക്കെയാണോ എന്റെ ജീവിതത്തിൽ നല്ലത് എന്ന് ഞാൻ തോന്നുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ്. കാരണം ഞാൻ ആ കവിതാ തിയേറ്ററിൽ പോയിട്ട് വടക്കം വീരാത കണ്ടതിനെ കൊണ്ടുള്ള ഇഷ്ടമാണ്. ഈ പിന്നെ അതിൽ നിന്ന് വടക്കം വീരവാതിൽ കേട്ട പാട്ടുകളാണ് ഇന്നും എനിക്ക് കേൾക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നറിയില്ല. പിന്നെ ഇപ്പോഴും ഞാനിപ്പം ഒരു എന്ന് പറഞ്ഞാൽ ഗൾഫിലാണ്. അവിടെയുള്ള എന്ന് പറഞ്ഞാല് ഇപ്പോഴുള്ള പുതിയ കുട്ടികൾ ശ്രീലങ്കയിൽ നിന്നും പിന്നെ യൂറോപ്പിൽ നിന്നും ഒക്കെ വരുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്നത് പുതിയ കുട്ടികളും AI-യും എനിക്കറിയില്ല AI-യുടെ പുതിയ എക്സലാണ് പോലും പുതിയ ടൂൾസും അവരോടൊക്കെ നമ്മൾ മത്സരിച്ച് നിന്ന് ചിലപ്പോൾ അധികവും തോറ്റുപോകാനാണ്. എങ്കിലും പിടിച്ചു നിൽക്കണം നമുക്ക്, കാരണം നമുക്ക് ജീവിക്കണ്ടേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ടെൻഷനിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കേൾക്കുന്ന ഒരു പാട്ട് കേട്ടിട്ട് ഞാൻ ആ വർക്ക് ചെയ്യുമ്പോൾ ഐ വിൽ ഡു ഇറ്റ്. ആ പാട്ട് ഏതാണ് നിങ്ങളോട് ചോദിച്ചത്? രാവിലെ ഞാൻ അംബിക ബസ് എന്നായിരുന്നു ഞാൻ മട്ടന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്നത്. അംബിക ബസ്സിൽ നിന്ന് രാവിലെ തന്നെ ഒരു അന്നത്തെ നാരായണേട്ടൻ ഡ്രൈവർ എല്ലാ ദിവസവും അദ്ദേഹം ട്രഡീഷണൽ ആയിട്ട് ഹി വാസ് എ സ്വാമി ഭക്തനായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ്
ഇന്നും ഞാനത് കേൾക്കുമ്പോൾ എൻ്റെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ എല്ലാ ടെൻഷനും ഒഴിവാകും. മണികണ്ഠന് മലമേലൊരു മണിമന്ദിരമുണ്ട്, ആ പാട്ട് അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫാണ്. അപ്പൊ എല്ലാം കൊണ്ടും എൻ്റെ ജീവിതത്തിന്റെ ശരിക്കും ഒരു വസന്തകാലമായിരുന്നു. എനിക്ക് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വലിയ ചാലഞ്ചൊക്കെ ഉണ്ടെന്നോ അതിനൊന്നും കുറവുണ്ടെന്നോ എനിക്കറിയില്ല. എനിക്ക് എല്ലാമായിരുന്നു. ഈ 4 ബാച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ്. അതെന്ന് പറഞ്ഞാല് കാരണം ഞാൻ വേറെ കാര്യം പറയാം. ഞാനിപ്പം എൻ്റെ ആരും ഇവിടെ സൗദിയിലോ UAE-ലോ ബോംബെയിലോ ഒന്നുമില്ല. ഞാൻ ശരിക്ക് സ്വന്തമായിട്ട് പോയി എല്ലാ സ്ഥലത്തും. എൻ്റെ സ്വന്തമായിട്ട് ഗൾഫിലെത്തി, എല്ലാം സ്വന്തമായിരുന്നു. ഇതിനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചോണ്ടാ. ഞാനിപ്പോലെ RVC-ആയിട്ടാ പോയി പഠിച്ചെങ്കിൽ ഞാനിങ്ങനെയൊന്നും ആവുന്നു എനിക്ക് തോന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കിട്ടിയത്. എന്ത് വന്നാലും നമ്മൾ നേരിട്ടിരിക്കും. അതിപ്പോ ആരായാലും അന്നത്തെ നിങ്ങൾക്ക് അറിയാം കണ്ണൂരിലെ പ്രശ്നങ്ങളും തമ്മിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കിട്ടിയ ആ ജോസിന്റെ ഒക്കെ ധൈര്യം, ജോഷിയുടെ ഒക്കെ എന്ത് വന്നാലും നേടാൻ നമ്മൾ തയ്യാറാണ്. ആ ഒരു ധൈര്യം നമുക്കും കൂടി കിട്ടി. അത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാമായിരുന്നു. നമുക്ക് ഒരു കുറവും, നിങ്ങളെല്ലാവരും പറഞ്ഞ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കുറവുണ്ടായിരുന്നു. ഞങ്ങൾ സമരം ചെയ്തു. ദാറ്റ്സ് കറക്റ്റ്. നമ്മൾ തീവ്രമായി സമരം ചെയ്തു, നമ്മൾ നേടിയെടുത്തു, നമ്മൾ ഡിറ്റർമിനേഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ച കോളേജിൽ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എന്തായിരുന്നു കുറവെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാം പഠിച്ചിരുന്നു. നമ്മള് പിന്നെ എവിടെ പോയാലും ഇപ്പൊ ഞാൻ കോമ്പറ്റിംഗ് വിത്ത് IIT ഗൈസ് ദർ ഒരു പ്രശ്നമില്ല. അവരെക്കാൾ എത്രയോ നല്ലത് തന്നെയാണ്. നമ്മൾ പഠിച്ചതാണ് മുഖ്യം. നമ്മൾ പഠിച്ചത് തന്നെയാണ്. നമ്മൾ ലീഡേഴ്സാണ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഇപ്പൊ വന്നു പിന്നെ നാട്ടില് സാധാരണ ഇതില് പിന്നെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ പറയാറുണ്ട്, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോടുണ്ടല്ലോ കുട്ടികളാണ്, എപ്പോഴും കുട്ടികളാണ്. അതേപോലെ തന്നെ നമ്മള് അധ്യാപകരെ കൂടി ഉണ്ടാകുമ്പോണ്ടല്ലോ നമ്മൾ സ്റ്റുഡൻസ് ആണ്. ഇവിടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ടൗൺ ഹൈസ്കൂളിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മള് അധ്യാപകരുണ്ട് ഇവിടെ. നമ്മൾ 4 ബാച്ചിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ശരിക്കും അത് ആ ഫീൽ എനിക്കൊരിക്കലും, ഞാനിപ്പം ഇവിടെ വരുമ്പോൾ എനിക്ക് ഈ ഫീൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ വന്നപ്പോൾ ആ കിട്ടിയ ഫീലിങ്. പിന്നെ ഈ ഒരു 35 വർഷത്തിലുണ്ടല്ലോ ഞാൻ സത്യം പറയാണ്, എൻ്റെ ആദ്യത്തെ വർഷത്തെ സ്വപ്നം എന്തായിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എനിക്കൊരു കമാൻഡർ ഈ മഹീന്ദ്രന്റെ വണ്ടി വാങ്ങിക്കണം. എന്നിട്ട് ജിമ്മി സാർ ഒരു കാല് പുറത്ത് വെച്ചിട്ട് ഒരു പോക്കുണ്ട്, അങ്ങനെ ഒന്ന് പോണം എനിക്ക് കണ്ടിട്ടാൻ വേണ്ടി. സത്യമാണ് കേട്ടോ. ആ ഒരു സ്റ്റൈലും പുള്ളിയുടെ ആ ഒരു എടുപ്പും അങ്ങനെ പോണതായിരുന്നു എന്റെ സ്വപ്നം. പിന്നെ പിള്ള സാറിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഇത്രയും ഒരു ബഹുമുഖ പ്രതിഭയാണെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ ജോസൊക്കെ ആയിരുന്നു പിള്ള സാറായിട്ട് കൂടുതൽ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊക്കെ സമരം വിളിക്കാനും സമരം ചെയ്യാനും പിന്നെ കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്യാനൊക്കെ ഉള്ള എന്താ പറയാ ആ ഒരു രീതിയിലായിരുന്നു. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ അറിഞ്ഞതിലൊക്കെ വളരെ സന്തോഷം. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ ടീച്ചർ ഏത് സ്റ്റുഡന്റ് ഏതൊന്നും മനസ്സിലാകുന്ന സ്ഥിതിയാണ്. ഇവരൊക്കെ ബേർഡേ ഒക്കെയാണ്. പിന്നെ അതും കൂടി പറയാം, ഇതൊരു 4-5 മാസം മുന്നിലാണ് ജോസ് PS എന്നെ വിളിക്കുന്നത് US. സാധാരണ US എന്നൊക്കെ കോൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. നമുക്കൊരു അസൂയാണ് US സിറ്റിസൺ എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഞാൻ കാര്യമായിട്ട് പിന്നെ ജോസ് ആയിരുന്നു ഇങ്ങനെ ഇതൊക്കെ ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിപ്പോ ചെയ്യാ, ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കണം എന്ന് വെച്ചാൽ മുടിയില്ലാതെ കൊണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പാടും പോയിട്ട് പിന്നെ ഒന്ന് ജിമ്മിലങ്ങ് ചേർന്ന്. അപ്പൊ കുറച്ചാണ് ഇവിടെ വരുമ്പോൾ കുറച്ചൊരു ഇതാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജിമ്മിലൊക്കെ ചേർന്ന് കുറച്ചൊരു നല്ല രീതിയിൽ ഇവിടെ വരാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നപ്പോ തന്നെ ഇവിടെ പലരും, ഞാൻ ചില പേര് പറഞ്ഞാൽ അവർക്ക് വിഷമമൊന്നുമല്ലോ, കണ്ടപ്പോ ഇങ്ങനെ നല്ല ബോഡിയാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ തന്നെ വളരെ കാര്യമായി. പിന്നെ ഇവിടെ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനൊരു UUC ആയിരുന്നു, ആദ്യത്തെ വർഷം ജയിച്ചായിരുന്നു. അപ്പോ അന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സരിച്ചത് പ്രതികരണ വേദി എന്ന് പറഞ്ഞ ഒരു ആൾക്കാരായിരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രതികരണ വേദിക്കാരുള്ള പിന്നെ 2 അന്നത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പൊ അവര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അജയനക്ക് അന്ന് ഞങ്ങൾ വോട്ട് ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ അജയന എനിക്ക് ഇഷ്ടമായി ഞങ്ങൾ പ്രതികരണ വേദിയാണെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുളിരുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ അത് എന്ത് പറയണമെന്ന് അറിയില്ല. എനിക്കറിയാം എണീറ്റ് നിന്നത് എന്തിനാണെന്ന്. ഞാനിപ്പോ ഇവിടുന്ന് പോകും. എന്തായാലും ഇതൊരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാല്.
ഇങ്ങനെ ഒരു അനുഭവം കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ഈ രത്തൻ ടാറ്റ ഒരു പ്രാവശ്യം നമ്മളെ കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും അന്ന് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ പാട്ടുകാരന് SPB ഒക്കെ മരിച്ചുപോയ സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നിങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം, നിങ്ങളുടെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞതുമാതിരി നമ്മളെല്ലാവരും ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നമ്മളിങ്ങനെ കാണാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ചിരിക്കും. ഇന്നലെ ചിരിച്ചതിന് കണക്കില്ല കേട്ടോ. ഇന്നലെ നമ്മൾ വേറൊന്ന് കൂടെയായിരുന്നു. ആ സമയത്ത് ജീവിതത്തിൽ ഇത്രയധികം ചിരിച്ചൊരു ദിവസമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഇനിയും കൂടാൻ പറ്റാന്നുള്ളത് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. പിന്നെ നമ്മളില് അന്നുണ്ടായിരുന്ന, നമ്മളെ ചിരിപ്പിച്ച, നമ്മുടെ കണ്ണീരിന്റെ ഭാഗമായിരുന്ന, നമ്മുടെ ആ ഒരു വസന്തകാലത്തിൽ ഉണ്ടായിരുന്ന ചിലവരൊക്കെ ഇന്ന് ഈ ലോകത്തില്ല. അപ്പോ അവരെയും കൂടി ഓർക്കുന്നു. ഇനി അങ്ങോട്ടും ഇതേപോലെയുള്ള US എന്നുള്ള ജോസിന്റെ ഫോൺ ഇനിയും വരട്ടെ. അജയ്, നമുക്ക് അടുത്ത വർഷം വേറെ ആരെങ്കിലും ഒക്കെ ബഹുമാനിക്കാൻ ഇനിയും, അല്ല അങ്ങനെ പറയുന്നതല്ല, നമുക്ക് അപ്പോ അങ്ങനെ നമുക്കിനിയും പിന്നെ പുതിയ പുതിയ ഫംഗ്ഷൻ വന്നിട്ട് ഇതേമാതിരി കൂടട്ടെ. നമ്മളെ വയസ്സ് കുറക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. ഇങ്ങനെ ചിരിച്ചു കളിച്ച് നമ്മൾ അന്നത്തെ അച്ഛനെ ഈ പിന്നെ ഇവിടെ അച്ചുശങ്കർ സാർ പറഞ്ഞ മാതിരി ഇതൊക്കെ അച്ചുശങ്കർ സാറ് എനിക്ക് രണ്ടുവട്ടം പറയാം, ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാ സത്യം പറഞ്ഞ പുള്ളി പറഞ്ഞത്. കാരണം ആദ്യമായിട്ട് ഞാനും പ്രേമലേഖനം കൊടുക്കുന്നതും ഈ പരിപാടി എല്ലാം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ ഇല്ല അവിടെ വെച്ചിട്ടാണ്. ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോ എന്ന് പറഞ്ഞാല് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഫീല് കിട്ടുമ്പോ തന്നെ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയാ ഈ കൊളസ്ട്രോളിന്റെ മരുന്നിന്റെ ഒക്കെ അളവ് കുറക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. എന്റെ കാര്യം പറഞ്ഞിട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ നമസ്കാരം. എനിക്ക് ഇങ്ങനെ ഇവിടെ വന്ന് കയറി നിൽക്കാൻ ഒരു അവസരം തന്ന എല്ലാവർക്കും ആരാന്ന് തന്നത് ശരിക്കും പറഞ്ഞാല് 3 പേരോട് പ്രത്യേകം നന്ദി പറഞ്ഞു. ജീസണും പ്രസാദും റോയ്സും അപ്പുറം അജയനൊന്നും കാരണം അന്നേരം തന്നെ എനിക്ക് പറയായിരുന്നു. എന്നാലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയതിൽ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.